വി.ഡി. സതീശന് സ്വീകരണം നൽകുകയാണ് പരവൂരിലെ ജനാവലി. നടൻ മോഹൻലാൽ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമായിരുന്നു. ഇരട്ടി മധുരമുള്ള ഒരു നമ്മളെല്ലാവരും ഒരു ദേശത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ, ഒരു നാടിന്റെ തന്നെ മുഖ്യനായി മാറിയ അനർഘ നിമിഷം. ഈ നിമിഷത്തെ അഭിസംബോധന ചെയ്ത് എന്ന് പറയണം എന്ന് കൃത്യമായ അനുഭവമില്ല. ഞാൻ അടക്കമുള്ള മലയാളികളുടെ പ്രതീക്ഷയുടെ ഭാരം എന്ന് പ്രിയപ്പെട്ട സതീശൻ സാറിപ്പോൾ അറിയുന്നുണ്ട്. അത്രമാത്രം പ്രതീക്ഷകളോടെയാണ് കേരളം മുഖ്യമന്ത്രിയെ അനുഭവിച്ചത്. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയായിരുന്നു. കേരള ചരിത്രത്തിൽ തന്നെ പരമോന്ന് മാത്രമല്ല, കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ആ ദിവസങ്ങളെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, ബഹുമാനപ്പെട്ട സതീശൻ സാറിന് ഇവ രണ്ടും പ്രകടമാണ്. ജീവിതത്തിൽ അങ്ങോളം മറ്റെന്തൊക്കെ കൈമോശം വന്നാലും ഇവ രണ്ടും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ദേശത്തിന്റെ ഭാഗ്യവനായ മുഖ്യമന്ത്രിയാണ് മഴയും പുഴകളും മലയും കാടും കടലും ഇതുപോലെ അനുഗ്രഹിച്ച അദ്ദേഹം കൃഷിയും വാണിജ്യവും കലയും സംസ്കാരവും പരസ്പരം വീക്ഷണമാണ്. തൊഴിലിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോഴെല്ലാം ഈ നാടിനെയും അതിന്റെ അമൂല്യമായ സമ്പത്തിനെയും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. അതിന്റെ സാധ്യതകൾ ഫലപ്രദമായ വിധത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ചരിത്രം, സംസ്കാരം, കല, പ്രാദേശിക ഭംഗികൾ, കാലാവസ്ഥ, വാണിജ്യ വിഭവങ്ങൾ തുടങ്ങി ലോകത്തിന് പ്രിയപ്പെട്ട എത്ര കാര്യങ്ങൾ കുരുമുളക് കൊണ്ടുപോയ വൈദേശിക ശക്തികളോട് ഞങ്ങളുടെ തിരുവാതിര ഞാറ്റുവേല നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ രാജാവിന്റെ ഓർമ്മ. അത്രമേൽ അനുഗ്രഹീതരാണ്. കാഴ്ചപ്പാടുള്ളവർ ഭരണാധികാരിക്കുമെന്ന് ഒരേ സമയം വെല്ലുവിളി സാധ്യതകളുമാണ്. സാമാന്യത്തിലധികം വായനയും ചിന്തയുമുള്ള സതീശൻ സാറ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാൻ. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള വി.ഡി. സതീശൻ സാർ നെഹ്റുവിനെ പോലെ വലിയൊരു പ്രിയമുണ്ടാവാൻ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലൂടെ കേരളം മഴവിൽ ഭംഗിയോടെ പറഞ്ഞു പോയാൽ വ്യത്യാസം. അത്തരം ഒരു നാടിനെ സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രി സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരളം നേരിടുന്ന പല വെല്ലുവിളികളെ കുറിച്ച് ഒന്ന് ഞാൻ എൻ്റെ ബ്ലോഗുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നോട് തന്നെയുള്ള സംസാരങ്ങളായിരുന്നു. ശുചിത്വം, പൗരബോധം, റോഡ് സംസ്കാരം, നിശബ്ദരായ മനുഷ്യരുടെ സഹനങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പരിസര ശുചിത്വത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. മഴയും മഞ്ഞും വെയിലും മാറി മാറി വരുമ്പോൾ എത്രയെത്ര രോഗങ്ങളാണ് കേരളത്തിൽ താവളമടിക്കാറുള്ളത്. ഇതിന് പലതിലും കാരണക്കാർ നമ്മൾ തന്നെയാണ് എന്നതാണ് സത്യം. ഒരു യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ മനുഷ്യർ കേരളത്തിലെ റോഡുകളിൽ ഒരു വർഷം മരിക്കുന്നു എന്ന് ഞാൻ ഞെട്ടലോടെ എടുത്ത് വായിച്ച കാര്യം നോക്കുന്നു. മരിച്ചവരെക്കാൾ അധികമാണ് ഗുരുതരമായ പരിക്കേറ്റ് വീടുകളിലേക്ക് നിങ്ങൾ ജീവിതം തകർന്നു കഴിയുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എൻ്റെ ആകുലതകളായി എത്തുകയാണ്. ആളെ കൊല്ലുന്ന റോഡുകളിൽ നിന്നും നാടിനെ നശിപ്പിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു ചുമതല. മറ്റൊന്ന് മയക്കുമരുന്ന്. narcotic is a dirty business.
എന്റെ കഥാപാത്രം പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് കുടുങ്ങുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കവാടത്തിലെ മയക്കുമരുന്ന് എന്ന വിപത്ത് ഇന്ന് ഇരിക്കുന്നു. കുലുക്ക് മുഷ്ടിയും ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നിൽ നിന്ന് മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. അതിനുള്ള കരുത്ത് ഈ ഗവൺമെന്റിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുമായും സൗഹൃദം നിലനിൽക്കുന്ന ആളാണ് ഞാൻ. കക്ഷി രാഷ്ട്രീയമല്ല, രാഷ്ട്രബോധമാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എല്ലാ ജനങ്ങളുടേതുമാണ്. സർക്കാരിനും മുഖ്യമന്ത്രിക്കും മാത്രമായി ഇവിടെ വിപ്ലവങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് വയ്ക്കാം. അവകാശങ്ങൾക്കൊപ്പം വരുന്ന നീളലാണ് കടമ. ഒരു കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എന്നത്തെയും പോലെ സതീശൻ സാറിനും വലിയ സർക്കാരിനും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇത്തരത്തിൽ ചെറുതമായ ഒരുപാട് ചരങ്ങൾ പ്രിയപ്പെട്ട സതീശൻ സാറിനോടൊപ്പമുണ്ട്. എന്തിനും തയ്യാറായി ഞങ്ങൾക്ക് വലിയ താങ്കൾക്കൊപ്പമുണ്ട്. ധീരമായി ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാം. നമുക്കൊന്നായി ഈ കേരളത്തെ മാറ്റിയെടുക്കാം. അതിന്റെ പരാധീനതകളെ പറവൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനിമാക്കാർക്ക് പറവൂർ ഭരതൻ ചേട്ടൻ. കേരളത്തിന്റെ ചരിത്രമെന്ന് ശ്രദ്ധിക്കുന്ന ദേശമാണിത്. ഇവിടെ വന്ന് ഇത്രയും മഹനീയമായ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇതിനെ ക്ഷണിച്ച സംഘാടകത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ശ്രീ വി ഡി സതീശൻ ഞാൻ കരുതുന്നു. ഇതിനെ ക്ഷണിച്ച സംഘാടകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ശ്രീ വി ഡി സതീശൻ സാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ എന്തുകൊണ്ട് എൻ്റെ മനസ്സ് ആധുനിക സിംഗപ്പൂരിൻ്റെ സൃഷ്ടാവ് ലീ ക്വാൻ യുവിൻ്റെ ജീവിതം തെളിഞ്ഞു. ഞാൻ നിരന്തരം യാത്ര പോകുന്ന ഒരു സ്ഥലമാണ്, ഒരു രാജ്യമാണ് സിംഗപ്പൂർ. എനിക്കവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹം മരിച്ചിട്ട് 11 വർഷമായി. ഇപ്പോഴും അവിടുത്തെ സൗഹൃദ സദസ്സുകൾ ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ ഓർക്കാതെ പിരിയാറില്ല. ചിലർ അദ്ദേഹത്തെ ഓർത്ത് കരയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭരണാധികാരി ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകുന്നത് സിംഗപ്പൂരിൽ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും കാണുന്നു. അറിവ്, ലോകാനുഭവങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ സ്വാംശീകരിക്കാനുള്ള കഴിവ്, നാടിനോടും മനുഷ്യരോടുമുള്ള ആത്മാർത്ഥമായ സ്നേഹവും സത്യസന്ധതയും കഠിനാധ്വാനവും സമർപ്പണവും ഇവയെല്ലാം ലീ ക്വാൻ യുവിൽ ഒത്തുചേർന്നിരുന്നു. യാഥാർത്ഥ്യവും സ്വപ്നങ്ങളും നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. തീർച്ചയായും ബഹുമാനപ്പെട്ട സതീശൻ സാർ അവ വായിച്ചിട്ടുണ്ടാവും. ഒരാൾക്ക് മറ്റൊരാളാവാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. എപ്പോഴും ജാഗ്രതയോടെ ലോകത്തെയും ജീവിതത്തെയും വീക്ഷിക്കുകയും ഒരു വിദ്യാർത്ഥിയെപ്പോലെ നിരന്തരം പഠിക്കുകയും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ലീ ക്വാൻ യുവിനെ പോലെ സ്വപ്നം കാണാനും കഠിനാധ്വാനത്തിലൂടെ പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കാനും സാധിക്കട്ടെ. അതിനെല്ലാ പിന്തുണയുമായി സാധാരണക്കാരായ ഞങ്ങളുണ്ട്, ഈ ഞാനുണ്ട്, നമ്മളുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല സായനം നേരുന്നു. വി ഡി സതീശൻ സാറിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആശംസ ചൊരിയുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്. നന്ദി ലാലേട്ട. മോഹൻലാൽ ലാലേട്ടനുള്ള ഉപഹാരങ്ങളാണ്. സംസാരിച്ചു. കലാകാരൻ ഡോക്ടർ സാജു തിരുത്തൽ വരച്ചൊരു ചിത്രം. പരവൂരിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നടൻ മോഹൻലാലാണ് സംസാരിച്ചത്.